തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോയി കൂടുതൽ ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. നാട്ടിലില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അത് ചിലപ്പോൾ ഒരു യുദ്ധം നടക്കാന്ന് വിചാരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ വാർ സമയത്ത് ഇന്ത്യയിൽ നന്നായിട്ട് കൂടുതലും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പട്ടാളത്തിലൊക്കെ തകർന്നു വീടില്ലേ. അതുവരെ കുഴപ്പമുണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ ഒരു കുഴപ്പമില്ലാത്ത കൊച്ച് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഴിച്ചു എന്ന് പറയുന്നത് കാരണന്മാർ പറയും പിള്ളേരുടെ കൂടെ കൂടി എന്ന് പറയും. അല്ല, അത് കാരണന്മാരുടെ പ്രശ്നമായിരിക്കും. കാരണം അവന് എവിടുന്നോ ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ പേടിക്കുക എന്ന് പറയും. ഫസ്റ്റ് ഷോക്ക് ഇൻഡക്ഷൻ. അത് ഹിപ്നോസിസിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഷോക്ക്. അതായത് ആ പ്രോബ്ലത്തിന് മാനേജ് ചെയ്യാൻ പറ്റാതെ ഒരു മൈൻഡ് എസ്കേപ്സ്. മൈൻഡ് വേറെ റൂട്ടിൽ തിരിച്ചു വിട്ടിട്ട് പറയും അവിടെയാണ് പ്രശ്നം. അപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ല, അത് അയാൾ ചെയ്തു. ഓക്കെ, എത്ര ശ്രമിച്ചിട്ട് എനിക്ക് പുരോഗതിയില്ല. അതെന്താ നിങ്ങൾ പറയാത്തത്? എനിക്കൊന്നും അറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാനിങ്ങനെ സാധനം എടുത്തിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ട് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് അല്ലേ, നെഗറ്റീവായിട്ട് എന്നെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ. നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പല രീതിയിലുള്ള മന്ത്രവാദങ്ങളും ചാത്തൻ സേവ, കൂടോത്രം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് ഒരുപാട് ഇടങ്ങളിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വീടിൻ്റെ മുറ്റത്തു നിന്ന് ഒരു മുട്ട കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് വർഷം പോയവരും അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടായതും കുഴി വീണതുപോലും അങ്ങനെ ഉണ്ടായെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സത്യത്തിൽ ഇവരുപയോഗിക്കുന്ന ആ ട്രിക്ക്, അതായത് അത് മൈൻഡ് വെച്ചിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് അത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്, ഒന്നുമില്ല, അത് ശരിക്കും നമ്മുടെ മനസ്സിലെ പ്രശ്നമാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മന്ത്രവാദം എന്ന് പറഞ്ഞൊരു സാധനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് പ്യൂർലി ഇപ്പം ഞാനിപ്പോൾ ജോയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടൊരു ജോയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഒരു പാവ ഒരു ഡോൾ ഉണ്ടാക്കി അത് കുറേ ചരടൊക്കെ ഇട്ടിട്ട് കുറേ മുത്തൊക്കെ ഊട് പോലെ സാധനം കൊണ്ടുപോയി വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇട്ടു. ജോ ഒരു ദിവസം രാവിലെ എഴുന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് കിടക്കണം. ആദ്യം ജോ ആയിരിക്കില്ല ചിലപ്പോൾ കണ്ടത്, അമ്മയായിരിക്കും. അമ്മ ചരട് എടുത്തപ്പോൾ അമ്മ ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഷോക്കാണ്. കാരണം ഓൾറെഡി അറിയാം ഇത് എന്തോ ഒരു സംഭവം ചെയ്ത് വീട്ടിൽ കൊണ്ടിട്ട് കണ്ടു. പക്ഷേ ഓൾറെഡി മനസ്സിൽ പേടിച്ചു. ഫസ്റ്റ് ഷോക്ക്. എൻ്റെ വീട്ടിലേക്ക് ഇതൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വണ്ടിയുണ്ട്, ബൈക്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, പുകല ചുരുട്ടിട്ട് എന്തോ കാണിച്ചിട്ട് വണ്ടിയുടെ സൈലൻസറിന് അവിടെ കൊണ്ടുവച്ചിരുന്നു. പിന്നെ വീട്ടുകാരെല്ലാം പേടിയായി. പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുന്നത്. അല്ല, ഞാൻ ഇങ്ങനെ ചെയ്യുന്നവര് എന്തുകൊണ്ട് ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇത്ര പവറുള്ള സാധനമാണെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചാൽ പോരെ. കാണുമ്പോൾ പേടിക്കുക എന്ന് പറയും. ഫസ്റ്റ് ഷോക്ക് ഇൻഡക്ഷൻ. അത് ഹിപ്നോസിസിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഷോക്ക്. അപ്പൊ ആ ഷോക്ക് കിട്ടുമ്പോഴേക്കും നമ്മൾ നേരെ സബ് കോൺഷ്യസ്മൈൻഡിലേക്ക് നേരെ കണക്ട് ചെയ്തു. അപ്പൊ പണ്ടത്തെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ പറയാം അടുത്തുള്ള ചേട്ടൻ ഞങ്ങളെ വീട്ടിൽ മറ്റേ അനർത്ഥം വരുന്നുണ്ട്. എൻ്റെ ആ മൂന്ന് വീടിന് അപ്പുറത്തെ പുള്ളിക്കാൻ ഈ പണിയുണ്ട്. സ്വാഭാവികമായിട്ടും പുള്ളി നമുക്കിട്ട് പണിതാ, എൻ്റെ കുടുംബം നടക്കാൻ വേണ്ടി പണിത. ഫസ്റ്റ് ഷോക്കായി. പിന്നെ ഇയാൾ എന്ത് സംഭവം ചെയ്തു പതുക്കെ പതർച്ച വരാൻ തുടങ്ങി. കാരണം മൈൻഡ് ഫോക്കസ്ഡ് അല്ല, മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയി. ആ സമയത്തേക്ക് ചെറിയ കാര്യങ്ങൾ ബിസിനസ് ചെയ്താലും പതുക്കെ പരാജയത്തിലേക്ക് വരും. കൈ മുറിഞ്ഞാൽ പോലും അത് റിലേറ്റിംഗ്, എവറിത്തിങ് ഇസ് റിലേറ്റിംഗ്. നമ്മുടെ നോർമലി കൈ മുറിഞ്ഞ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇത് കണ്ടിട്ട് കൈ മുറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതിന്റെ കാരണങ്ങൾ ഇതൊരു കണക്റ്റഡ് ആയി. കാരണം നമ്മളത് എക്സ്ക്യൂസ് പിടിക്കുകയാണ്. നമുക്ക് പണിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എക്സ്ക്യൂസ് പിടിക്കുന്നു പറയില്ലേ. മൈൻഡിന് എപ്പോഴും ഒരു റീസൺ വേണമല്ലോ. മൈൻഡ് എപ്പോഴും ഒരു എസ്കേപ്പ് ചെയ്യും. അതായത് ആ പ്രോബ്ലത്തിന് മാനേജ് ചെയ്യാൻ പറ്റാതെ ഒരു മൈൻഡ് എസ്കേപ്സ്. മൈൻഡ് വേറെ റൂട്ടിൽ തിരിച്ചു വിട്ടിട്ട് പറയും അവിടെയാണ് പ്രശ്നം. അപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ല, അത് അയാൾ ചെയ്തു. ഓക്കെ, നമ്മൾ അയാളുടെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്നുള്ളൊരു സേഫ്റ്റി സോൺ പിടിക്കാൻ തുടങ്ങി. ചിലരോടും എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ കാര്യങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊന്നും അറിയാൻ മേലാത്തതുകൊണ്ടാണ്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പുരോഗതിയില്ല. അതെന്താ നിങ്ങൾ പറയാത്തത്? എനിക്കൊന്നും അറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാനിങ്ങനെ സാധനം എടുത്തിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ട് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് അല്ലേ, നെഗറ്റീവായിട്ട് എന്നെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ എന്നുള്ള ചോദ്യം മിക്ക ആളുകൾ എന്തും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും നിങ്ങൾ ജനറലി ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ആൻസർ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് മൈൻഡാണ്. അപ്പോൾ ഇവർ പോലും അറിയാതെ അസോസിയേറ്റ്. നമുക്ക് 2 തരം ഓർമ്മകളുണ്ട്, പ്രിമിറ്റീവ് ആൻഡ് റീസെന്റ് മെമ്മറി എന്ന് പറയും. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയകാല ഓർമ്മകളാണ്. ഇത് നമ്മുടെ ഹിപ്പോക്യാമ്പൽ മെമ്മറി എന്ന് പറയും. എവിടെയെങ്കിലും ഇതിനോട് അസോസിയേറ്റ് ചെയ്ത സാധനം കേൾക്കാത്ത ആളുകളില്ല. നമ്മുടെ DNA-യിലുള്ള മെമ്മറീസ് ആണോ? DNA അല്ല, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന, അതായത് നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള ചെറുപ്പകാലഘട്ടങ്ങളിലുള്ള അസോസിയേറ്റ് മെമ്മറി എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ പാസ്റ്റ് ജനറേഷൻ, അതായത് നമ്മുടെ ഫാദർ, ഗ്രാൻഡ് ഫാദർ, ആ ഒരു ജനറേഷനിൽ വരുമ്പോൾ ചില ഹിപ്നോട്ടിസ്റ്റുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ പഴയ കാലത്തിലെ വേദനയൊക്കെ കിടപ്പുണ്ടാവും, അത് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരുടെ ഉണ്ട് ഈ വേദനയ്ക്ക്. എളുപ്പമാണല്ലോ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ പഴയ ആ ഒരു എവിടെയോ കേട്ട് വന്ന ആ ഒരു ഇൻഫർമേഷനുമായിട്ട് കണക്ട് ചെയ്യും.
ഓക്കെ. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ മനസ്സിലേക്ക് ഈ സാധനം ഓൾറെഡി കയറി. ഇവർ പോലും അറിയില്ല, ഇത് ഓട്ടോണമസ്ലി ഒരു മനസ്സ് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അല്ല, ഇപ്പോൾ ചൈൽഡ്ഹുഡ് കേട്ട കഥകൾ വെച്ചിട്ടാണ് ശരിക്കും ഓട്ടോണമസ്ലി മനസ്സിൽ നമ്മുടെ അസോസിയേറ്റ് മെമ്മറി അങ്ങനെയാണ്. അസോസിയേറ്റ് മെമ്മറി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു പ്രശ്നമുണ്ട്, അതുവരെ കുഴപ്പമുണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ ഒരു കുഴപ്പമില്ലാത്ത കൊച്ച് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിച്ചു എന്ന് പറയുന്നത് കാരണന്മാർ പറയും പിള്ളേരുടെ കൂടെ കൂടി എന്ന് പറയും. അല്ല, അത് കാരണന്മാരുടെ പ്രശ്നമായിരിക്കും. കാരണം അവന് എവിടുന്നോ ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. അത് ഉറങ്ങി കിടന്ന സാധനം പുറത്തേക്ക് ചാടി എന്ന് പറയത്തില്ലേ, സിംഹം പുറത്തേക്ക് ചാടി എന്ന് പറയുന്നത്. അപ്പൊ ആ പഴയ ഓർമ്മയെ ടച്ച് ചെയ്യുന്ന എന്ത് ഇൻസിഡന്റ് ആണ് ഉണ്ടായത് അവർ പോലും അറിയാതെ സാധനം റിയാക്ട് ചെയ്യും. ഈ ചെറുപ്പത്തിൽ പാവമായിട്ടിരിക്കുന്ന കുട്ടികൾ പിന്നീട് ഭയങ്കര വയലന്റ് ആവുന്നതൊക്കെ ഇതിന്റെയൊക്കെ കാരണങ്ങളും തന്നെയാണോ, മൈൻഡിന്റെ പ്രശ്നങ്ങൾ തന്നെയാണോ? അപ്പോൾ അതാണ് ഇപ്പൊ പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നെഗറ്റീവ് എനർജി അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടാകുന്ന ഇതിന്റെ കാരണമാണെന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് വിത്ത് ആൻ അസോസിയേറ്റ് സ്ട്രോങ് മെമ്മറിയാണ്. ഒരു ഫിയർ ജനറേറ്റ് ചെയ്യുന്ന സാധനം. ഓക്കെ, ഇതൊരു ഫിയർ ആണല്ലോ, പേടിയാണ് ഫസ്റ്റ് നമ്മളൊരു വിൽക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. അപ്പം ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് മൈൻഡ് റിലേറ്റഡ് മാത്രമേ. ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ടിന് നടന്നൊരു അനുഭവം ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ്, അതിൻ്റെ വീട് പണി നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പം അവരിങ്ങനെ ഇപ്പം ഒരു വീടിനൊന്നും ഒരു പുരോഗതി ഇല്ലാത്ത പോലെ പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അവർ ഒരാളെ പോയി കാണുന്നു. അയാൾ പറയുന്നു ഒരു മന്ത്രവാദിയെ പോയി കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കി തരാമെന്ന്. അപ്പോൾ അവിടെ ചെല്ലുന്നു. അയാൾ ആരും അറിയാതെ വരുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ആരും കാണാൻ പാടില്ല പുള്ളി അവിടെ വരുന്നത്. മറ്റേ ഇന്നസെന്റ് വരുന്ന പോലെ ഉരിയാടാതെ ആരോടും മിണ്ടാതെ പതിയെ വന്നിട്ട് വാ തുറക്കാതെ അതുപോലെ ഒരു സംഭവത്തിൽ ഇവിടെ വരുന്നു. പുള്ളി ഇങ്ങനെ റൂമിലേക്ക് കിടക്കുന്നു, പല രീതിയിലും നോക്കുന്നു. പെട്ടെന്ന് റൂമിലേക്ക് കയറിയിട്ട് തിരിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് പുള്ളി പറയുന്നത് ആ ഭാഗത്തൊന്ന് കുഴിക്കാൻ പറയുമ്പോഴത്തേക്ക്, അതായത് ഭിത്തിയിൽ നോക്കിയിട്ട് ആ ഭിത്തി പൊളിക്കാൻ പറയുമ്പോഴത്തേക്ക് അവിടെ നിന്നൊരു സാധനം കിട്ടുന്നു. ഇതുപോലെ തന്നെ പുറത്തിറങ്ങുന്നു, വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങുന്നു, ഇങ്ങനെ നടന്നിട്ട് എന്നിട്ട് ഇവിടെ കുഴിക്കാൻ പറയുന്നു, കുഴിക്കുന്നു, അവിടെ നിന്ന് സാധനം കിട്ടുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വീടിനെ നശിപ്പിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം കൂടോത്രം ചെയ്തതാണ്. അല്ല, വീടിനെ നശിപ്പിക്കാൻ വേണ്ടി കൂടോത്രം വീട്ടിനകത്ത് വെച്ച സാധനം ഇവർക്ക് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും? അതായത് വീടിനകത്തൊരു കൂടോത്രം വെച്ചു, ഇതിനകത്ത് ഇത് ഏത് രീതിയിലാണ് ഇവർ ഇമ്പാക്ട് ചെയ്യുന്നത്? അതാണ് 2-3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഒന്നെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവച്ചത് ഏത് കാലഘട്ടത്തിൽ കൊണ്ടുവച്ചു, എങ്ങനെ കൊണ്ടുവച്ചു? ഇത് വീട് സീൽ ചെയ്ത സമയത്ത് മനഃപൂർവ്വം ഈ വീടിന്റെ കന്നിമൂല നോക്കാനാണിട്ട് അയാൾ കോമ്പസും മാപ്പൊക്കെ ആയിട്ട് വന്ന് കറക്റ്റായിട്ട് വന്ന് ഇവർ പോലും ഇല്ലാത്ത സമയത്ത് കൊണ്ടുവച്ചു. ഇത് കൊണ്ടുവച്ചിട്ട് ഈ വ്യക്തിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു ചോയ്സ്. ഒരാളെ നശിപ്പിക്കാന്ന് വിചാരിച്ചല്ലോ, അപ്പൊ അടുത്ത ചോയ്സ് അയാൾക്ക് എന്ത് കിട്ടും? അതെ, ഇയാൾ നശിച്ചത് കൊണ്ട് എന്ത് കിട്ടും? ഒരു ബിസിനസ് ആണെങ്കിൽ പിന്നെയും ചിന്തിക്കാം, എന്റെ ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ ഇയാൾ തരണം. പക്ഷെ വീടിന് വെക്കുമ്പോഴത്തേക്കാണ് ഇമ്പോസിബിൾ ആണ്. മോസ്റ്റ് ഓഫ് ദ കേസിൽ ഈ ഇങ്ങനത്തെ ഈ സാധനം കൊണ്ട് ഇടുമ്പോൾ ഇവർ ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ വീടുകളും മണ്ണാണ്, മണ്ണിനകത്ത് ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ വീടിന് തൊട്ട് ഫ്രണ്ട് കുടിച്ചാൽ എന്തെങ്കിലും ചെറിയൊരു മെറ്റൽ കിട്ടും. അതെ, എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ നമ്മുടെ മെറ്റൽ. അതെ, വർഷത്തെ ചരിത്രം അടങ്ങിയ മണ്ണായതുകൊണ്ട് എന്ത് സാധനം വേണമെങ്കിലും കിട്ടുമല്ലോ, എവിടെയെങ്കിലും കിട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഒരു വീഡിയോ ഇട്ട, അദ്ദേഹം പേര് ഞാൻ വിട്ടുപോയി, പോപ്പുലറായിട്ടൊരു വ്ളോഗറാണ് പുള്ളി. നമ്മുടെ കൂടോത്രം പൊളിക്കാൻ വേണ്ടി ഒരു കുപ്പിക്കകത്ത് സാധനം കൊണ്ടുപോയിട്ട് കുപ്പിക്കകത്ത് കൂടോത്രം കണ്ടു. അപ്പം അവൻ പറയാണ് കുറച്ച് വൃത്തിയുള്ള അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള കുപ്പിയെങ്കിലും ഇടാൻ മേലെ. അല്ലാതെ ഇപ്പം ഈയുടെ ഒരു വീഡിയോയിൽ ഒരു പയ്യൻ ഇട്ടേക്കുന്ന പുള്ളി പറഞ്ഞത് ശരിയാണ്. ഇത് വളരെ ചീപ്പായിട്ട് ഇപ്പം ഏത് മുക്കും മൂലകം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോയി കൂടോത്രം ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. നാട്ടിലില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അത് ചിലപ്പോൾ ഒരു യുദ്ധം നടക്കാന്ന് വിചാരിച്ചു, ഇന്ത്യ പാകിസ്ഥാൻ വാർ സമയത്ത് ഇന്ത്യയിൽ നന്നായിട്ട് കൂടോത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പട്ടാളത്തിലൊക്കെ തകർന്നു വീടില്ലേ. ഈ ഇത്രയും പൈസ മുടക്കി ഈ പരിപാടി ഒന്നും ചെയ്യണം, നന്നായിട്ട് കൂടോത്രം ചെയ്യാൻ അറിയുന്ന. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കുമ്പോഴും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ജയിച്ചു. വേണമെങ്കിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിൽ കൂടോത്രം ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ഇന്ത്യക്കാർക്ക് കൂടോത്രം ചെയ്യായിരുന്നു. കുറെ ആൾക്കാരുണ്ടല്ലോ, അപ്പം പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, കൂടോത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഒരു ഹോമം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം സെറ്റ് ചെയ്യും അവിടെ. ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുള്ളപ്പോൾ, ഇത്രയും ഹിന്ദുക്കളുള്ളപ്പോൾ അവർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഏത് ലെവലിൽ എത്തിയാണ്. ഇപ്പൊ ഇന്ത്യയുടെ കറൻസിയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ വലിക്കായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്താൽ എലക്ഷൻ നടന്നില്ല. ഇപ്പൊ എലക്ഷന് പോലും ആവശ്യമില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഈസിയാണ്. അതെ, ഇത് ചെയ്താൽ മതിയല്ലോ. പക്ഷെ നമുക്കൊരു മേക്ക് ബിലീവ് സിസ്റ്റം ഉണ്ട്, അത് നമുക്കത് മാറ്റാൻ പറ്റില്ല.
നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവന്നിരുന്ന റിലീജിയസ് ബയാസ്, സ്പിരിച്വൽ ഇൻഫർമേഷൻസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ, കേട്ടുകഥകൾ, ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന സംഭവമാണ്. റിയാലിറ്റിയിൽ ഈ സാധനം ആരും കണ്ടിട്ടില്ല. ശരിക്കും ഒരു ദൈവത്തിനെ പോലും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സത്യമായിട്ടും ആരും കണ്ടിട്ടില്ല, ആരും ഫീൽ ചെയ്തിട്ടില്ല. പാസ് ചെയ്ത് പോയത് എന്തൊരു കാറ്റടിച്ചാൽ ചിലപ്പോൾ ദൈവം പോയാൽ ഫീൽ ചെയ്യും. പുറകുന്ന ഒരാൾ വിളിച്ചെന്ന് പോലെ തോന്നും. ഒരു മോസ്റ്റ് ഓഫ് ദ കേസിൽ ഇത് ഹാലൂസിനേഷൻസ് ആണ്. അപ്പോൾ എൻ്റെ 809 വീഡിയോസ് ഞാൻ കുറേ സാധനം ഇട്ടിട്ടുണ്ട്. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് സൈക്കോസോമാറ്റിക് ഇഡിയോമോട്ടർ റെസ്പോൺസുകൾ കുറേ കാര്യങ്ങൾ. അതായത് സയൻസിലൊരു സാധനമുണ്ട്, ഗോഡ് ഓഫ് ഗ്യാപ്സ്. അതായത് ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം ഗോഡിനെ പ്ലേസ് ചെയ്യുക. അതായത് പണ്ട് ഇടിമിന്നൽ ദൈവത്തിൻ്റെ വലിയ ഭീരമായിട്ടുള്ള ശബ്ദമാണെന്നും കൊടുങ്കാറ്റ് ദൈവം പറന്ന് വലിയ ചിറകുള്ള പക്ഷികളുടെ മുകളിൽ കയറി, അതായത് ഗരുഡൻ പോലുള്ള എന്നൊക്കെ പുറത്തിറങ്ങി വരുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. മഴ ദൈവത്തെ അനുഗ്രഹമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ആ റെയിൻ്റെ സൈക്കിളൊക്കെ മനസ്സിലായപ്പോൾ അതങ്ങ് മാറി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഇപ്പോഴും ഈ മന്ത്രവാദങ്ങളും ഇത് അവിടെ ആ ശനി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്, ഗ്രഹം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എവിടെയോ കിടക്കുന്ന ഒരു ഗ്രഹം, അതാണ് ഇവിടുത്തെ കല്യാണം മുടക്കുന്നുള്ളത്. എന്നിട്ട് അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുക, അത് ആൾക്കാരെ അതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക രീതിയിലോട്ടാണ് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ. 18 വയസ്സ് വരെ ജോയ്ക്ക് കഷ്ടകാലമാണ്. 18 വയസ്സ് കഴിയുമ്പോൾ ജോ രക്ഷപ്പെടും. ചെറുപ്പത്തിൽ ഒരു സംഭവം എഴുതി വെച്ചിട്ടെന്ന് വിചാരിച്ചു. 18 വയസ്സ് വരെ ജോ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുള്ളൂ. കാരണം ജോയ്ക്ക് പേടിയായിരിക്കും, മൈൻഡിൽ കിടക്കുക. 18ാമത്തെ വയസ്സ് ആയോ പിറ്റേ ദിവസം അവൻ രക്ഷപ്പെട്ടു. അവൻ ആ മൈൻഡ് ഫ്രീ ആയി. പിന്നെ അവൻ ചെയ്യുന്ന ഒക്കെ സക്സസ് ആണ്. അപ്പൊ എന്തായി, അസോസിയേറ്റ് ചെയ്തു, ട്രാപ്പ് ചെയ്ത് പറഞ്ഞ കാര്യം സംഭവിച്ചു. പിന്നെ അതൊരു ബിലീഫ് സിസ്റ്റം ആയില്ലേ? അതാണ്, ഇതാണ് സൈക്കിളായിട്ട് നടക്കുന്നത്. ഇത് പ്രൊഫസി പറയുന്ന ആളുകളല്ലേ പ്രവചനങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ പ്രത്യേകിച്ച് മന്ത്രവാദത്തിലും പറയാറുണ്ട്, ഇത്ര വർഷത്തിനുള്ളിൽ ഒരു ചുവപ്പ് കാർ എടുക്കാൻ പോകുമ്പോൾ ഈ മന്ത്രവാദിയുടെ പറഞ്ഞ സാധനം മനസ്സിൽ കിടക്കുമ്പോൾ ചുവപ്പ് തന്നെയല്ലേ എടുക്കും. നോർമലി ഹിപ്നോട്ടിക് പ്രീ സജഷൻസ് എന്ന് പറയുന്നത് ഹിപ്നോട്ടിക് പ്രീ സജഷൻസ് ഓൾറെഡി സജഷൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ റെഡ് തന്നെ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇതാണ് സംഭവിക്കുന്നത്. ഈ മെന്റൽസിലൊക്കെ കുറേ ടെക്നിക്കൽ അതൊക്കെയാണ്. ഓൾറെഡി കളർ പറയും. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ഹിപ്നോട്ടിക് മാനിപ്പുലേറ്റീവ് ഡയലോഗ്സ് എന്ന് പറയും. ഇപ്പം പെട്ടെന്ന് ഒരു കാർ മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ കാർ മാനുഫാക്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ഷോറൂമിൽ നിൽക്കുന്ന പയ്യന്മാർ ആദ്യം പറയും, ജോ ഉദ്ദേശിക്കുന്നത് ജോയുടെ അച്ഛൻ്റെ കാറ് മാരുതി 800 അല്ലായിരുന്നു. അതെ, 800 മുമ്പുണ്ടായിരുന്ന മാരുതിയുടെ മറ്റേ ഇതുണ്ടായിരുന്നു, നമ്മുടെ അംബാസഡർ കാറല്ലേ, യാത്ര നല്ല സുഖമല്ലേ, ഭയങ്കര ഒരു നൊസ്റ്റാൾജി കിട്ടും. അപ്പോൾ അംബാസഡർ കാറിൻ്റെ അതേ സെയിം ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര സേഫ്റ്റിയാണ്. നമ്മൾ ഈ കാറും അതേപോലെയാണ് സാർ. ഈ കാറിന് അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. റിലേറ്റ് ചെയ്തോ പഴയ മെമ്മറിയുടെ. ഇപ്പം നമ്മൾ ലിങ്ക് ചെയ്യാൻ എളുപ്പ ഇതിന് കോൺവെർസേഷൻ ഹിപ്നോസിസ് ഉപയോഗിക്കുന്നത്. ഓൾറെഡി ഒരു സംഭവം ഇട്ട് തരും. ഇത് തന്നെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് ഇപ്പം മന്ത്രവാദികളായിക്കോട്ടെ, നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നതായിക്കോട്ടെ, ഇപ്പം നമ്മുടെ വർഷം അല്ലെങ്കിൽ ജാതകം നോക്കി നമ്മളെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. എത്ര ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എത്ര കേസുകളാണെന്നറിയാം. അതായത് നീ ദേവിയാണെന്ന് പറയുന്നത്. ദേവിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഏലസം കെട്ടിക്കിടന്നിട്ട് ഈ പുള്ളി ഈ സ്ത്രീനെ 10-15 വർഷം കൊണ്ട് പീഡിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ദേവി എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ ഭാര്യയാണ് ഇനി തൊട്ട്, വേറെ ആരുടെ അല്ല, വേറെ ആരുടെ ഭാര്യയ്ക്ക് നീ മരിച്ചു എന്ന് പറഞ്ഞത്. ഏലം സഹിച്ചാൽ മരിച്ചു പോകും. എൻ്റെ അനുഭവത്തിലുള്ള കേസല്ല. എത്ര മാനിപ്പുലേറ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. പത്തനംതിട്ടയിൽ നടന്ന നരബലി, അതെ, ഇതൊക്കെ ഇതിൻ്റെ ഒരു മാനിപ്പുലേഷൻ അല്ലേ? അങ്ങനെ അത് സ്വന്തം കുട്ടിയെ പോലും കൊല്ലാൻ വേണ്ടി അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് അത്രയ്ക്ക് സ്ട്രോങ് മാനിപ്പുലേഷൻ ആണ്. അതാണ് അപ്പോൾ ഇത് ഹിപ്നോസിസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ, അത് ഇവരറിയാതെ ഉപയോഗിക്കുന്ന അറിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണോ നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മൾ ചെന്ന് ചാടുമ്പോൾ ദയവായിട്ട് ഇങ്ങനത്തെ കേസുകൾ ചെന്ന് ചാടാണ്ടിരിക്കാത്തേ ഉള്ളൂ. ആരെയും ഇങ്ങനെ വിശ്വസിക്കണം. നമുക്ക് നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്. നമുക്ക് വിശ്വസിക്കാൻ, നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു ഫ്രീ വിൽ അത് നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. അപ്പം അതിന് നമ്മൾ പണയം വെച്ച് ആടെയും കക്ഷത്തിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കരുതെന്നേ പറയാനുള്ളൂ. ഈ പ്രൊഫസർ പറയുന്നതിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചിലർ പറയും ഈ വർഷം ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാകും. വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഈ വീഡിയോ കുത്തിപ്പൊക്കി കൊണ്ടുവരും. വെള്ളപ്പൊക്കം ഉണ്ടായില്ലെങ്കിൽ ആ വീഡിയോ എല്ലാവരും മറന്നു പോകും. ഇതാണ് ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അത് നടക്കാത്ത അത്ഭുതങ്ങളെ പറ്റി ഒന്നും ആരും സംസാരിക്കാറില്ല. ചക്ക വീണു മുതൽ. അതെ അതെ, നടന്ന് എങ്ങനെയും നടന്നു. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം, ഈ 2025 തീരുന്നതിന് മുമ്പ് ഒരു സെലിബ്രിറ്റി മരിക്കുന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ശ്രീനിവാസൻ മരിച്ചത് എനിക്ക് പവർഫുൾ ആയിട്ടുള്ള സാധനമായിട്ട് വേണമെങ്കിൽ കാണിക്കായിരുന്നു. ഞാൻ ഇതൊക്കെ നമ്മൾ ഹിപ്നോട്ടിക് പ്രീ സജഷൻ എന്ന് പറഞ്ഞതാണ്. നമ്മൾക്ക് എന്ത് കാര്യം ഓൾറെഡി പ്ലാൻഡ് ആണോ നടക്കുന്ന ഏകദേശം മനസ്സിലൊരു ഐഡിയ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ കൊണ്ടുവന്ന്
ആദ്യം തന്നെ സജഷൻ ആയിട്ട് ഇടാം. സജഷൻസ് തന്നെ പറയുന്നത് അത് ഹിപ്നോട്ടിക് സജഷൻസ്. അത് പേടിപ്പിക്കും. നമുക്ക് പറയും അവിടെ വീട്ടിൽ ഇതുണ്ട്, ഈ വീട്ടിൽ ഇതുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. നമ്മുടെ ശരീരത്തിന് മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്ന, സ്തംഭിപ്പിക്കുന്ന, പ്രശ്നം വരുത്തുന്ന ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്, മന്ത്രവാദങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ കേസുകളുണ്ട്. ഇത് സൈക്കോസോമാറ്റിക് ഇഷ്യൂസ് മാത്രമാണ്. സൈക്കോ മൈൻഡ്, സോമാറ്റിക് ശരീരം. അത് രണ്ട് വാക്കുകൾ കൃത്യമായിട്ട് ഓർത്തിരുന്ന ഒരു രീതിയിലുള്ള നെഗറ്റീവ് സജഷൻ നമ്മൾ എടുക്കൂല. നാസിബോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? ഇറ്റ്സ് ഓൾ മൈൻഡ് റിലേറ്റഡ്, അല്ലാതെ വേറെ ഒന്നുമില്ല. കുട്ടികൾ ചിലപ്പം സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി കരയില്ലേ, ഈ വയറുവേദന പറയണേ, ആക്ച്വലി അത് അവർക്ക് ഫീൽ ചെയ്യും. ഞാൻ ഫീൽ ചെയ്യും, വയറുവേദനയായിട്ട് ഫീൽ ചെയ്യും. ഇല്ലാത്തതായിരിക്കും പറയുന്നത്, പക്ഷെ അവർ കരയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും വയറ്റിൽ വേദനയുള്ള പോലെ തോന്നും. അപ്പോൾ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് അവിടെ ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്ന മൊത്തം ഇവിടുത്തെ പെയിൻ ഉണ്ടെന്നുള്ളൊരു സെൻസേഷനല്ലേ കൊടുക്കുന്നത്. ഹിപ്നോസിസ് ചെയ്യുമ്പോൾ നമ്മൾ പല ഹിപ്നോട്ടിക് അനസ്തേഷ്യ എന്ന് പറയും. ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് സർജറി ചെയ്യാൻ പറ്റും, അറിയാം. പെയിൻ ഇല്ലാണ്ടാക്കാൻ പറ്റും. എല്ലാണ്ടാക്കാൻ പറ്റും. ഡെന്റൽ സർജറീസ് എത്ര റൂട്ട് കനാൽ നമുക്ക് യൂട്യൂബിൽ നോക്കി അറിയാം. ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് റൂട്ട് കനാൽ ചെയ്യാം. ഡെന്റൽ ഹിപ്നോസിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് കൊടുക്കുക, അല്ലാണ്ട് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു സജഷൻ കൊടുക്കുകയാണത് പെയിൻ ഇസ് റിലീസിങ്. അപ്പോൾ ഹിപ്നോട്ടിക് ഇൻഡക്ഷൻസ് കൊടുത്തതിന് ശേഷം ഞാൻ സാധാരണ ക്ലാസ്സിലേക്ക് കൊടുക്കുമ്പോൾ കാണിച്ചു കൊടുക്കാറുണ്ട് ഹൗ ഇറ്റ് ഇസ് ഡൺ. അപ്പോൾ പെയിൻ റിലീഫാണ്. ഒരു പാലിയേറ്റീവ് ഒരു സർജറി കഴിഞ്ഞ കേസുകൾക്കൊക്കെ നമുക്ക് പതുക്കെ പെയിൻ അവരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഈ പെയിൻ കില്ലേഴ്സ് പരമാവധി കുറച്ചിട്ട് ഈ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒരുപാട് ഉണ്ട്. അതേപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഡെന്റൽ സർജറീസ് ഒക്കെ. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പെയിൻ എവിടെ തോന്നുന്നു ആ സമയത്ത് ഫീൽ ചെയ്യും. തുടർച്ചയായിട്ട് നമ്മൾ ഈ സ്ഥലത്ത് ഇവിടെ പെയിൻ ഉണ്ട് 2-3 ദിവസം കഴിഞ്ഞ് ഇവിടെ പെയിൻ വരും. എനിക്ക് ചില സമയം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് നല്ല തലവേദന വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിക്കുക എവിടെ വേദന എന്ന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വേദനയില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മരുന്നൊന്നും ഉണ്ടാവില്ല. കുറേ നേരം കഴിയുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. ഐ മീൻ എനിക്കെന്തോ പെട്ടെന്ന് ഇത് സംഭവിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ശരിക്കും ഞാൻ തന്നെ എനിക്ക് സജഷൻ കൊടുക്കുന്നതാണോ? നമ്മൾ ഓട്ടോമാറ്റിക് സെൽഫ് ഹിപ്നോസിസ് കേട്ടിട്ടുണ്ടാവും. ഇതേപോലെയാണ് നമുക്കൊരു ഫിയർ ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റുന്നോ ആ ഫിയർ നമുക്ക് കിട്ടും. പോസിറ്റീവ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുണ്ടോ ആ പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും. മനസ്സിലേക്ക് കിട്ടുന്ന സംഭവം അങ്ങനെയാണ്. അപ്പം ജോയ്ക്കാണെങ്കിലും ഇപ്പോൾ ആർക്കുവാണെങ്കിലും അവർക്ക് എന്ത് വേണമെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്യാം. മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ, സ്വന്തം ശരീരത്തിൽ. നമുക്ക് അതുകൊണ്ടാണ് ഈ വെയിറ്റ് മാനേജ്മെൻ്റ് ഒക്കെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സോ ഈ മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ടു ദ മൈൻഡ് ഓൺലി.